നമസ്കാരം. ഹിസ്ബുള്ള ഭീകരർ വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ അടുത്ത നിമിഷം ശക്തമായി തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇസ്രായേൽ. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടന്നാൽ തീ കൊണ്ടായിരിക്കും തങ്ങൾ മറുപടി പറയുക എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത്. തെക്കൻ അതിർത്തി മേഖലയിലൂടെ ഹിസ്ബുള്ള ഭീകരർ മടങ്ങിയെത്തുന്നത് കർശനമായി തടയണമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുക എന്നതാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ദൗത്യമെന്നും ഇതിന് തടസ്സം നിൽക്കുന്നത് ആരായാലും അവരെ നേരിടുക തന്നെ ചെയ്യുമെന്നും ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതേസമയം ചില മേഖലകളിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷവും ആക്രമിക്കാൻ ശ്രമിച്ച ഭീകരർക്ക് കനത്ത തിരിച്ചടി നൽകിയതായും അദ്ദേഹം പറഞ്ഞു. 4 ഹിസ്ബുള്ള ഭീകരരെ പിടികൂടിയതായും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. തെക്കൻ ലെബനനിലെ അതിർത്തിയിൽ പല സ്ഥലങ്ങളിലും ഇപ്പോഴും മാർഗ്ഗതടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളതായും അവ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ഊർജിതമായി പുരോഗമിക്കുന്നതായും ഹഗാരി അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ രാസായുധങ്ങൾ നിർമ്മിക്കാനുള്ള ഹിസ്ബുള്ള ഭീകരരുടെ നീക്കത്തെ ഇസ്രായേൽ പരാജയപ്പെടുത്തിയിരുന്നു. വടക്കൻ ഇസ്രായേൽ ആക്രമണം നടത്തുന്നതിന് വേണ്ടിയാണ് ഇവർ രാസായുധം നിർമ്മിക്കാൻ ശ്രമിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. ലെബനനിലുടനീളം ഇസ്രായേൽ പോർ വിമാനങ്ങൾ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. അതിനിടെ കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഇസ്രായേലിൽ നിന്ന് ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി ഇപ്പോഴും ബന്ദികളാക്കിയിരിക്കുന്നവരുടെ കുടുംബാംഗങ്ങൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് വളഞ്ഞു. നെതന്യാഹുവിനെ തങ്ങൾക്ക് നേരിട്ട് കാണണമെന്നും ബന്ദികളുടെ മോചനം സംബന്ധിച്ച് ധാരണ ഉണ്ടാക്കണമെന്നുമാണ് ഇവർ ആവശ്യപ്പെട്ടത്. ഹിസ്ബുള്ള തീവ്രവാദികളുമായി ഇസ്രായേൽ വെടിനിർത്തൽ കരാർ എത്തിയ പശ്ചാത്തലത്തിലാണ് ബന്ധുക്കൾ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. ലെബനനുമായി ഇക്കാര്യത്തിൽ ധാരണയിലെത്തിയതുപോലെ ഗാസയിലും വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നും അതിലൂടെ ബന്ദികളുടെ മോചനം ഉറപ്പാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. പ്രതിഷേധക്കാരെ സുരക്ഷാ സേന പിന്നീട് നീക്കം ചെയ്തു. അമേരിക്കക്കാരായ ബന്ദികളുടെ മോചനത്തിൻ്റെ കാര്യത്തിൽ ബൈഡൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയ 251 ബന്ദികളിൽ ഇപ്പോൾ 97 പേർ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അതിനിടെ ലെബനനിലെ വെടിനിർത്തലിനെ ഇറാൻ സ്വാഗതം ചെയ്തു. ലെബനൻ സർക്കാരിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകുമെന്നും ഇറാൻ പ്രഖ്യാപിച്ചു. ഗാസയിലെ ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്താൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ഇറാൻ സർക്കാർ ആവശ്യപ്പെട്ടു. വെടിനിർത്തൽ കരാറിൽ ഹിസ്ബുള്ളയും ലെബനനും തൃപ്തരാണെങ്കിൽ തങ്ങൾക്കും അതേ നിലപാട് തന്നെയാണ് ഉള്ളതെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗരാച്ചി വ്യക്തമാക്കി. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഇസ്രായേലിൻ്റെ നിലപാട് അനുസരിച്ചായിരിക്കും മുന്നോട്ട് പോവുക എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതിനിടെ ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ സൈന്യം ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഈ സന്ദർഭത്തിലാണ് ഹമാസുമായി എന്തുകൊണ്ടാണ് ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറാകാത്തത് എന്ന ചോദ്യവുമായി നിരവധി പേർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ലെബനനിലെ പോലെ ഒരു വെടിനിർത്തൽ കരാർ വേണമെന്നാണ് ഇപ്പോൾ ഹമാസും ഗാസയിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഖത്തറും അമേരിക്കയും ഈജിപ്തുമെല്ലാം മുൻകൈയെടുത്ത് നടത്തിയ വെടിനിർത്തൽ കരാറിലെ നിർദ്ദേശങ്ങൾ ഇരുകൂട്ടരും തള്ളിക്കളയുകയായിരുന്നു. ഗാസയിലെ വെടിനിർത്തൽ ശ്രമങ്ങൾക്കായി ഈജിപ്ത് പ്രതിനിധികൾ വീണ്ടും ഇസ്രായേലിലേക്ക് എത്തുകയാണ്. വെടിനിർത്തലിന് തയ്യാറാണെന്ന് ഇന്നലെ ഹമാസ് നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യം അവർ ഖത്തറിനെയും തുർക്കിയെയും ഈജിപ്തിനെയും അറിയിച്ചിട്ടുമുണ്ട്. തങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും പിന്തുണ നൽകിയിരുന്ന ഹിസ്ബുള്ള വെടിനിർത്തലിന് തയ്യാറായി കീഴടങ്ങിയതും ഇറാന് ഇനി അങ്ങോട്ട് ഒരു തരത്തിലും സഹായിക്കാൻ കഴിയാത്തതുമൊക്കെ ഹമാസിനെ വല്ലാത്ത അവസ്ഥയിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയെങ്കിലും ഒരു ഒത്തുതീർപ്പ് വേണം എന്ന ആവശ്യത്തിൽ ഇപ്പോൾ ഹമാസും എത്തിച്ചേർന്നിരിക്കുന്നത്.